ആ, നിങ്ങൾ മലയാളി ഫാമിലി ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്. കഴിഞ്ഞ തവണ കുറച്ച് ബാച്ചിലർ പാർട്ടിക്ക് വീട് കൊടുത്തു. ആ ലംബോദരന്മാർ 2 മാസത്തെ വാടക തന്നില്ലെന്ന് മാത്രമല്ല, ഫാനും ബൾബും ക്ലോസറ്റും ഒക്കെ അടിച്ചോണ്ട് പോയി. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെന്ന് പറഞ്ഞത്? അത് പാലക്കാട്. വരൂ, വന്നോളൂ വന്നോളൂ. ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരനാ. പിന്നെ കെട്ടിയതൊരു തമിഴത്തി ആയതുകൊണ്ട് ഇങ്ങനൊരു സെറ്റപ്പ് ഒത്ത് കിട്ടി. പക്ഷെ ശ്രീധനൊന്നും അല്ല കേട്ടോ. അമ്മായി പിന്നെ ഒരു കൊച്ചു സന്തോഷം. ഏത്? നോക്കൂ, ഇത്ര വിശാലമായ ഇടം. അല്ല, ഇവരുടെ ഹസ്ബൻഡ് എവിടെയാന്നാ പറഞ്ഞ? ഷാർജാവിലെ ഒരു പെരിയ കമ്പനിയിൽ വേല പാക്കുறாரு. ഓഹോ, ഷാർജയിലാന്നോ? ആമാ. വന്നോളൂ. அந்த സൈഡില് ബാൽക്കണി இருக்குமா? പിന്നെ 2 സൈഡ്സ് ബാൽക്കണി ഉണ്ട്. നോക്കിക്കോളൂ, എല്ലാം നല്ല വിശാലമായ മുറികളാണ്. കിച്ചനുണ്ട്, ഹാളുണ്ട്, ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡാ. പക്ഷേ 1-ാം തീയതി കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ വാടക വന്നിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റും. അതൊന്നും പ്രശ്നമില്ല സാർ, രണ്ടെല്ലാം உங்களுக்கு കറക്റ്റാ കിടക്കും. അത് മതി, വന്നോളൂ. പിന്നെ വേറെ ചുറ്റിക്കളിയൊന്നുമില്ലല്ലോ? എന്നാ സാർ നീങ്ക കറക്റ്റാ இருக்குன்னு பாருங்க. അല്ല, ചുറ്റിക്കളി വല്ലതും ഉണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഞാൻ പിടിച്ചേനെ. അവിടെ കണ്ണ് കണ്ടാ അറിയാം അയ്യോ പാവന്ന്. സാർ നീങ്ക ഇങ്ങ എங்கிட்ட அங்க இருக்கு? വത്സരവാക്കം. ഓ, അങ്ങയാ. നിങ്ങൾ എനിക്കിട്ട പേര് നന്നായിട്ടുണ്ട്, റഹാന ബീഗം. ഇനി കുറച്ചു കാലം ഈ പുതിയ വേഷം. வேற வழி இல்லை சாவித்ரி, அந்த ஆளை பார்க்கலையா? நீங்க யாருன்னு தெரிஞ்சு போச்சா பிரச்சனை தான். அவங்க வந்து கப்பல்ல வேலை பார்த்துட்டு இருக்கு, அதனால 6 மாசம் முழுங்க கடல்ல தான் இருக்கும். இங்க வரவே வராது. அட்லீஸ்ட் அவ்வளோ நாள் உங்களுக்கு தொந்தரவு வராது. நஜீபோ பாவம், அந்த பையன் வந்து தினம் முழுசா டைரக்டர் ப்ரொடியூசர் ஆஃபீஸ்லேயும் வீட்லேயும் சான்ஸ் கேட்டு சுத்திட்டே இருக்கு. நைட்டு வந்து எங்க ஆஃபீஸில் தான் படுக்கிறது. அவனும் சின்னதா ஒரு வீடு பார்க்க சொல்லியிருக்கு. எவ்வளவு சின்னதானாலும் அட்வான்ஸ் பெருசு தானே. 3 நேரம் சாப்பிட்றதே அவனுக்கு கஷ்டம். அவன் எப்படி அட்வான்ஸ் கொடுப்பேன்? അയാൾക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് താമസിച്ചോളാൻ പറ. ഓ, ഇനി അയക്ക് നാണക്കേടായിരിക്കോ അവിടെ വന്ന് താമസിക്കാൻ? അതല്ല അല്ലേ, റഹാന ബീഗത്തിന്റെ ഷാജയിലുള്ള ഭർത്താവ് നാട്ടിലെത്തി എന്ന് പറഞ്ഞാ പോരെ? പിന്നെ പർദ്ദ പറഞ്ഞോ അവനോടും കൂടെ തുന്നാൻ പറഞ്ഞു. കുറച്ചു ദിവസം കൂടെ പട്ടിണി കിടന്നാല് ഞാൻ പോകുന്ന വഴിയിൽ അവനും വന്നോളൂ. വാ. ആരുമില്ലവിടെ, ഇറങ്ങി വാടി. എനിക്ക് 2 വർത്താനം പറയണം. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നീ അവളെ കൊണ്ടുപോയി വിട്ടോടി കൊരങ്ങേ. ഗോപി, ഇവിടെ കിടന്ന് ബഹളം വെക്കണ്ട, ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. നീ ആളെ കൂട്ടടി, എനിക്ക് പറയാനുണ്ട് അവരോട്. നല്ല പൂവമ്പഴം പോലുള്ള എന്റെ മോളെ പാട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കൂടെ കൊണ്ട് നടന്ന് കണ്ട അലമ്പ് പടങ്ങളിലൊക്കെ അഭിനയിപ്പിച്ചപ്പോ തൃപ്തിയായില്ലടി നിനക്ക്? ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ലടി. കാണിച്ചടി, നിനക്ക് കാണിച്ചു തരാം. ഞാൻ മര്യാദക്ക് അവളെ കെട്ടിച്ചു വിടാൻ പോയപ്പോഴാണ് അവളുടെ ഒടുക്കത്തൊരു സിനിമ.
ഒരു കാലത്ത് നീ നന്നാവരാടി. പാവമായിരുന്നു എന്റെ മോള്. ഇവൾ ഒരുത്തിയാണ് അവളെ നശിപ്പിച്ചത്. ഒരു ടീച്ചർ. ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ വിശ്വട്ടം പറഞ്ഞു ഇവിടെ ആളെ തിന്നു. ആളില്ലേ മോള്? ഉവ്വ. നീ ആ പെട്ടിയും കൂടെ കഴിച്ചോ. ആ എന്തൂട്ട് തേങ്ങയായാലും വേണ്ടില്ല, ഒന്നുകിൽ സൂപ്പർ സ്റ്റാർ വേണം, ഇല്ലെങ്കിൽ നമ്മുടെ നിഷയുടെ പോലെ ഐറ്റം വേണം. ഞാനിവിടെ പുണ്യം കിട്ടാനൊന്നുമല്ലോ തുറന്നു വെച്ചേക്കണത്. പുതുമുഖങ്ങളുടെ പടം എന്നൊക്കെ പറഞ്ഞാ നമ്മുടെ തിയേറ്ററിൽ കളിക്കാൻ പറ്റില്ലാട്ടാ. ഒരു വിധത്തിലാ പിടിച്ചു നിൽക്കണത്. ഞാൻ പോണാ വെച്ചേ. ഹൈ, മനുഷ്യനിവിടെ ഒരു വിധത്തിലേ 2 തുണ്ടുപടമൊക്കെ കളിച്ച് തട്ടി മുട്ടി അങ്ങോട്ട് കഴിഞ്ഞു പോവാ. അപ്പോഴാ ഓന്റെ ഒരു പുതുമുഖങ്ങളുടെ പടം നമ്മുടെ ഐറ്റത്തിൽ ലഭിച്ചു. പിന്നെ ഇത്തവണ നിഷ തകർത്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് നൈറ്റും 2 കുളിസീനുണ്ട്. ഒരു ഫസ്റ്റ് നൈറ്റേ ഉള്ളൂ. എന്താ ഇത് കണ്ടോ? എന്താ ഇത്? കീറിക്കളയത്. അച്ചു കാണണ്ട. അവളുടെ ഒരു വേഷം. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടോക്ക് പോയിന്റിലേക്ക് സ്വാഗതം. ടോക്ക് പോയിന്റിൽ നമ്മൾ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന വിഷയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അശ്ലീല ചിത്രങ്ങളുടെ അതിപ്രസരത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് വനിതാ കമ്മീഷൻ അംഗം ശ്രീമതി ഓമന ജോസഫ്, പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ കണ്ണൻ പിണ്ടിമന, അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ, നിർമ്മാതാവ് ശ്രീ ഫിലിപ്പ് വടക്കൻ, പിന്നെ സ്റ്റുഡിയോയിലെ ഓഡിയൻസും. ശ്രീമതി ഓമനയിൽ നിന്ന് തന്നെ തുടങ്ങാം. അശ്ലീല ചിത്രങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്കാരത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ചർച്ചാ വിഷയമാവേണ്ടത് കേരളത്തിലെ ആണുങ്ങളുടെ സംസ്കാരമാണ്. ഒരുതരം വോയറിസ്റ്റിക് പ്ലഷറിൽ പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ പുരുഷന്മാർ. അതിന്റെ സൂചനയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ തുടർച്ചയായി വിജയിക്കുന്നത്. മാഡം, ആണുങ്ങളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. നിങ്ങൾ ഈ പറഞ്ഞ സിനിമകൾ അഭിനയിക്കുന്ന സ്ത്രീകളെ പറ്റി നിങ്ങളെന്ന് പറയുന്നു. നിഷ, രേഷ്മ, സജന. ഇത്തരത്തിലുള്ളൊരു ചിത്രം നിർമ്മിച്ച ഒരാളെന്ന നിലയ്ക്ക് മിസ്റ്റർ ഫിലിപ്പ് വടക്കന് എന്താണ് ഈ പ്രവണതയെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ ഇത്ര പോസ്റ്റ്മോർട്ടം ചെയ്ത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാണികൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിനിമയിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസിലൂടെ അതൊക്കെ കാണുവര്. പിന്നെ 2 സൂപ്പർ സ്റ്റാറുകൾ വെച്ച് പടം ചെയ്ത ഒരാളാണ് ഞാൻ. ഈ 2 ചിത്രങ്ങളുടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീർത്തത് ഈ ഒരൊറ്റ നിശാചിത്രം കൊണ്ടാണ്. അടുത്തതായി അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ എന്താണ് പറയാനുള്ളത്?
ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ആണിനെയോ പെണ്ണിനെയോ അല്ല, ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നവരെയും അതിന് യാതൊരു റെഗുലേഷൻസും വെക്കാതെ റിലീസിങ്ങിന് അനുവദിക്കുന്ന സർക്കാരിനെയുമാണ്. സ്കൂളുകളുടെയും ദേവാലയങ്ങളുടെയും മതിലുകൾ വരെ ഇത്തരം ചിത്രങ്ങളുടെ പോസ്റ്റ് ഒട്ടിച്ച് നിറച്ചിരിക്കുന്നു. പണത്തിന് വേണ്ടി എത്ര തരം താഴാൻ ഇവർക്ക് യാതൊരു മടിയില്ല. മിസ്റ്റർ കണ്ണൻ, നിങ്ങൾ മലയാളത്തിലെ ഒരു സൂപ്പർ സംവിധായകനാണല്ലോ. ഈ ചിത്രങ്ങൾ മലയാള സിനിമയെ എങ്ങനെ ബാധിക്കുന്നു? മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ശാപമാണ് നിഷ. അവർ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ യുവാക്കൾക്കിടയിൽ. ഈ പെണ്ണൊരുമ്പിട്ടാലെന്ന് നമ്മുടെ പഴമക്കാർ പറയും. ഇവിടെ നിഷയും അവളെ പോലുള്ളവരും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മലയാള സിനിമയെ നശിപ്പിക്കാൻ. ഇത് അനുവദിക്കരുത്. ഈ 100 മെസ്സേജ് എന്റെ ഫോണിലുണ്ട്. വേർത്തെന്നാണ്ടില്ലേ അവന്റെ അമ്മയുടെ ഒരു സാരി. ഈ സാരി കൊടുത്ത് ഞാൻ വേലക്കാരിയായിട്ട് അഭിനയിക്കണം. ഇത് മുട്ടുവരെ പൊക്കി കുത്തി കുനിഞ്ഞിരുന്ന നിലം തുടയ്ക്കണം. കുനിഞ്ഞു അങ്ങോട്ട് കുനിയാൻ പറയുന്നത് എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കണ്ട് വെള്ളം ഇറക്കാൻ കുറെ അവന്മാർക്ക് അത്ര കളഞ്ഞാ പോരെ. അഴുത പോലെ കുറെ മറന്നോളും സദാചാരമൂർത്തികൾ. ഓ, ഇവരെ കൊണ്ടാണല്ലോ ഞാനിപ്പോ ജീവിക്കണേ. അത് ഞാനങ്ങ് മറന്നു. ഇത് തീർന്നോ? ഈ കുന്തം തീർന്നോന്ന്? വീടും ആരാധകരും ആരും വരുന്നതിന്റെ അഭിനയം കാണാനൊന്നുമല്ല, മൂടും കാണാൻ വേണ്ടി തന്നെയാണ്. മടുത്തടോ, ശരിക്കും മടുത്തു. എന്റെ പേര് പോലും ഞാൻ മറന്നുപോയി. ഇപ്പൊ വേറെ ശവം, ഇത്തിരി മാംസം മാത്രം ബാക്കിയുള്ള ശവം. ഇത് കൊത്തി തിന്നാനും കഴിവന്മാർ കാത്തു നിൽപ്പുണ്ട്.